പക്ഷേ വെടിനിർത്തൽ നിലവിൽ വന്നു. അപ്പോൾ ഒരു യുദ്ധം ഒരിക്കലും ഒരു ശാശ്വതമായ വിജയവും പരാജയവും അല്ല. എങ്കിലും സാങ്കേതികമായി നമുക്ക് പറഞ്ഞു വെക്കണമല്ലോ, ആരുടെ ഭാഗമാണ് ഇപ്പോൾ വിജയിച്ചു നിൽക്കുന്നത്? അല്ല, നമ്മളത് വിലയിരുത്തുമ്പോൾ എന്തുകൊണ്ട് ഇറാനെ ഇസ്രായേൽ ആക്രമിച്ചു? യുദ്ധം ആരംഭിക്കുന്നത് ഇസ്രായേൽ ഇറാൻ ആക്രമിക്കുന്നതോടുകൂടിയാണ്. അതിനുള്ള കാരണം ആണവ നിർവ്യാപന കരാറിൽ അമേരിക്ക പറയുന്നതിനനുസരിച്ചിട്ട് ഇറാൻ ഒപ്പുവെച്ചില്ല എന്നുള്ളതായിരുന്നു. അതെ. അപ്പോൾ അതിനൊരു കൊട്ടേഷൻ കൊടുക്കുകയും ആ കൊട്ടേഷൻ ഇസ്രായേൽ ഏറ്റെടുക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അമിതമായിട്ടുള്ള US വിശ്വാസത്തിലാണ് ആ കൊട്ടേഷൻ അവർ ഏറ്റെടുത്തത്. അതെ. മാത്രമല്ല അവരുടെ ഒരു വ്യോമപ്രതിരോധ ശേഷി, അവരുടെ അയൺ ഡോൺ, ഇതൊക്കെ പറഞ്ഞ വലിയ സംഭവമാണ് എന്നവർ അഹങ്കരിച്ചിരിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇറാൻ അവർക്ക് കൃത്യമായ സമയങ്ങളിൽ മറുപടി കൊടുക്കുകയും ഭൗതികമായ വലിയ നഷ്ടം ഇസ്രായേലിനുണ്ടാക്കാനായിട്ട് ഇറാന് കഴിയുകയും ചെയ്തു. അങ്ങനെ ഉള്ളൊരു പ്രത്യേക ഘട്ടത്തിലാണ് ഇസ്രായേൽ അമേരിക്കയോട് ഇറാനെ ആക്രമിക്കും എന്ന് അപേക്ഷിക്കുന്നതോ അല്ലെങ്കിൽ ആജ്ഞാപിക്കുന്നതോ രണ്ടും സംഭവിക്കാം. നെൽക്കക്കള്ളിയില്ലാതെയാണ് അമേരിക്ക ഇറാനിൽ ബോംബിട്ടു. ബങ്കർ ബ്ലസ്റ്റർ ബോംബ് അവിടെ ഇടുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ബോംബിട്ടതിന് ശേഷം എനിക്ക് തോന്നുന്നു ട്രംപ് പറഞ്ഞത് ഇനി ബോംബിടില്ല, യുദ്ധം നിർത്തിക്കോ എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ നിർദ്ദേശമായിരുന്നു. അപ്പം എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഇസ്രായേലിന് അസാധാരണമായിട്ടുള്ള തിരിച്ചടിയാണ് ഈ യുദ്ധം സംഭാവന ചെയ്തത്. ഇറാനൊക്കെ ഒരുപാട് നഷ്ടങ്ങളുണ്ട്. ഇറാൻ നഷ്ടപ്പെട്ടേക്കാം, കാരണം ഇറാൻ തന്നെ തുടച്ച് മാറ്റണം എങ്കിലേ ഞങ്ങൾക്ക് നിലനിൽപ്പുള്ളൂ എന്ന രീതിയിലാണ് ഇസ്രായേൽ കാര്യങ്ങളൊക്കെ കണ്ടിരുന്നത്. നമ്മളുടെ സമൂഹത്തിൽ പൊതുവെ ഇസ്രായേൽ ഭക്തന്മാരുടെ എണ്ണം വളരെ കൂടുതലാണ്. കാരണം അത് ഈ മുസ്ലിം രാഷ്ട്രീയമായിട്ടൊക്കെ കൂട്ടിക്കുഴച്ച് അല്ലെങ്കിൽ വർഗീയതയായിട്ട് കൂട്ടിക്കുഴച്ച് കാണുന്നതാണ്. പക്ഷേ അങ്ങനെയല്ല, ഈ ഇത്തരം കാര്യങ്ങൾ വർഗീയമായിട്ടിനെ കാണാൻ പാടില്ല. കാരണം ഇത് യുദ്ധമാണ്. ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിൻ്റെ അവരുടെ അധികാരത്തിലോ സ്വാതന്ത്ര്യത്തിലോ കൈകടത്തി അധീശത്വം നടത്താൻ വേണ്ടി നടത്തുന്ന പ്രവർത്തനങ്ങളാണ്. അതിനെ നമ്മൾ ഒരിക്കലും അംഗീകരിക്കാൻ പാടില്ല. കാരണം അത് ഇന്ത്യയുടെ നേർക്ക് വന്നാൽ മാത്രം നമ്മൾ അംഗീകരിക്കാതിരുന്നിട്ട് കാര്യമില്ല. ലോകത്തൊരു മൂല്യവ്യവസ്ഥയുണ്ട്. ആ മൂല്യവ്യവസ്ഥ എന്ന് പറയുന്നത് ഒരു രാജ്യത്തിൻ്റെയും അധികാരത്തിലോ സ്വാതന്ത്ര്യത്തിലോ മറ്റൊരു രാജ്യത്തിനെ കൈകടത്താനോ ആക്രമിക്കാനോ അവകാശമില്ല എന്നുള്ളത് തന്നെയാണ്. അങ്ങനെയാണ് നമുക്ക് ഈ ലോകം നിലനിർത്തിക്കൊണ്ടുപോകാൻ പറ്റുന്നത്. ആ നിയമവ്യവസ്ഥയും മൂല്യവ്യവസ്ഥയും ഇല്ലെങ്കിൽ ആർക്കും എന്തും ചെയ്യാം. അധികാരമുള്ളവന് അധികാരമില്ലാത്ത, അല്ലെങ്കിൽ അധികാരം എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് ഇവിടെ ഈ യുദ്ധത്തെ സംബന്ധിച്ചിടത്തോളം ആയുധങ്ങളാണ്. ആയുധബലമുള്ളവൻ ആയുധബലമില്ലാത്തവനെ അടിച്ചൊതുക്കും. അത് നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന ലോ ഓഫ് ജംഗിളാണ്, കാടൻ നീതിയാണ് ശരിക്കും പറഞ്ഞാൽ, കാട്ടിലെ ഒരു നിയമം. അത് മനുഷ്യ സമൂഹം അത് ശരിയല്ലെന്ന് തീരുമാനിച്ചിട്ടാണ് ഈ നിയമവ്യവസ്ഥയൊക്കെ ഉണ്ടാക്കി അന്താരാഷ്ട്ര ബോർഡർ എന്നൊക്കെ പറഞ്ഞിട്ട് ചില സ്ഥലങ്ങളൊക്കെ നിശ്ചയിച്ച് അത് കടക്കരുത്, കടക്കണമെങ്കിൽ അനുവാദം വേണം എന്നൊക്കെ പറഞ്ഞ് വെക്കുന്നത്. ഇവിടെ എല്ലാ മര്യാദകളും ലംഘിച്ചാണ് ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചത്. ഇറാൻ തിരിച്ചു ആക്രമിച്ചു. 1-2 ദിവസങ്ങൾ കഴിയുമ്പോഴേക്കും ഇറാൻ മുട്ടുമുടക്കും എന്നായിരുന്നു ഇസ്രായേലിൻ്റെ പ്രതീക്ഷ. പക്ഷേ ആ പ്രതീക്ഷയ്ക്ക് പകരം ഇസ്രായേലിന് ശ്വാസം മുട്ടാൻ തുടങ്ങി എന്നുള്ളത് വലിയ സത്യമാണ്. അതായത് നമ്മൾ കാണുന്ന ചിത്രങ്ങളൊക്കെ ശരിയാണെങ്കിൽ നമുക്കതിൽ പറയാൻ പറ്റില്ല. ഇപ്പോൾ ഇസ്രായേലിൽ പോയി നമുക്ക് നോക്കാൻ പറ്റില്ല. ഇസ്രായേലിൻ്റെ നാശനഷ്ടങ്ങളും ഇറാൻ്റെ നാശനഷ്ടങ്ങളും ഒക്കെ നമ്മൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നൽകുന്ന ചിത്രത്തിലൂടെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലായത് ഇറാനും നല്ല നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്, ഇസ്രായേലിനും നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. യുദ്ധം നാശത്തിൻ്റെ സന്ദേശമാണ്. യുദ്ധം എല്ലാവരും നശിപ്പിക്കും. യുദ്ധത്തിൽ വിജയിയില്ല ശരിക്കും പറഞ്ഞാൽ. അതെ, അവനും തോൽക്കുകയാണ് ചെയ്യുന്നത്. ആത്യന്തികമായി തോൽക്കുന്നവൻ്റെ ഒരു വിജയഗാനമാണ് പലപ്പോഴും യുദ്ധത്തിൻ്റെ അവസാനം നമ്മൾ കേൾക്കുന്നത്. എന്നുവെച്ചാൽ ആദ്യം അവൻ ശത്രുവിനെ നശിപ്പിക്കുന്നു, പിന്നെ ആ നാശത്തിലൂടെ അവൻ സ്വയം നശിക്കുന്നു. ഇവിടെ ഇസ്രായേൽ എന്ന് പറയുന്നത് ഒരു ദിവസം കോടിക്കണക്കിന് രൂപയാണ് അവൻ ഈ മത്താപ്പ് കത്തിച്ച് തീർത്തുകൊണ്ടിരുന്നത്. അതെ, 12 ദിവസം കൊണ്ട് എത്ര ആയിരം കോടി രൂപയായിരിക്കും അവർക്ക് നഷ്ടം സംഭവിച്ചിരിക്കും. ഇറാനും സംഭവിച്ചിട്ടുണ്ട് നഷ്ടം. ഇതിൽ നിന്നൊക്കെ ഇവർക്ക് രക്ഷ നേടാനായിട്ട് കഴിയില്ലെന്നാണ് നമുക്ക് തോന്നിയത്. അമേരിക്ക പോലും പല സ്ഥലത്തും നടത്തിയ യുദ്ധങ്ങൾ, അമേരിക്ക ഇറാഖിൽ യുദ്ധം നടത്തി, അഫ്ഗാനിസ്ഥാനിൽ യുദ്ധം നടത്തി, നേരത്തെ വിയറ്റ്നാമിൽ യുദ്ധം നടത്തി. അങ്ങനെ ഓരോ സ്ഥലത്തും യുദ്ധം നടത്തി ലക്ഷക്കണക്കിന് പടയാളികളെ അവരുടെ മരിച്ചു പോയിട്ടുണ്ട്. അവർക്ക് കോടിക്കണക്കിന് രൂപ നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. അവസാനം സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധിയിൽ അമേരിക്ക എത്തിയോ എന്ന് ലോകം ചോദിക്കുന്ന ഒരു സ്ഥിതിവിശേഷം പോലും ഇപ്പോൾ സംജാതമായിട്ടുണ്ട്.
ഇവിടെ ബുദ്ധിപൂർവ്വം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രം ഈ കൂട്ടത്തിൽ ചൈന മാത്രമാണ്. അതെ, ഒറ്റ പൈസ യുദ്ധത്തിന് വേണ്ടിയിട്ട് അവൻ നഷ്ടപ്പെടുത്തുന്നില്ല. പക്ഷേ അവൻ യുദ്ധോപകരണങ്ങൾ വിറ്റ് ഒരുപാട് പണം ഉണ്ടാക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറേ നാൾ കഴിയുമ്പോൾ അമേരിക്കയ്ക്ക് മുകളിലായിരിക്കും ചൈനയുടെ സ്ഥാനം. അമേരിക്ക യുദ്ധം ചെയ്ത് നശിക്കുകയാണ് ചെയ്യുന്നത്, യുദ്ധം ചെയ്യിപ്പിച്ച് നശിക്കുകയാണ് ചെയ്യുന്നത്. ചൈന അതിന് പകരമായിട്ട് വ്യാപാര മേഖലയിലേക്ക് കടന്നു കയറി ലാഭം കൂടുതലുണ്ടാക്കാനും സാമ്പത്തികമായിട്ട് ഏറ്റവും മികച്ച ശക്തിയായിട്ട് മാറിത്തീരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. നല്ല 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 ആയുധങ്ങളുണ്ടാക്കിയ ഒരു വിൽപ്പന നടത്തുന്നുണ്ട് വേറെ വശത്തോടെ. അപ്പോൾ ഇതൊക്കെ മൊത്തം അവരുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക ശേഷി വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്ന രീതിയിലേക്കാണ് അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേൽ പക്ഷേ ഇതിനകത്ത് വലിയ തരത്തിൽ മണ്ടൻ കളി കളിച്ചു എന്നതിനാണ് മനസ്സിലാക്കുന്നത്. ഗാസയ്ക്കെതിരെ അവർ അല്ലെങ്കിൽ പലസ്തീനെ തിന്നു തീർത്തു എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഇവർ സ്വയം സാമ്പത്തികമായിട്ട് അതിഭീമമായിട്ടുള്ള പ്രതിസന്ധിയിലേക്ക് വലിച്ചെറിയാണ് ചെയ്തിരിക്കുന്നത്. കുറച്ച് നാളുകൾ കഴിയുമ്പോഴാണ് അത് മനസ്സിലാക്കപ്പെടാൻ സാധ്യതയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇപ്പോൾ യുദ്ധത്തിൽ ആര് ജയിച്ചു എന്ന് ചോദിച്ചാൽ യുദ്ധത്തിൽ ആരും ജയിക്കുന്നില്ല. യുദ്ധത്തിൽ എല്ലാവരും പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. പേരിൽ വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് ജയിച്ചതാര് എന്ന് ചോദിച്ചാൽ അമേരിക്ക ജയിച്ചു. അമേരിക്ക എന്താണ് ആഗ്രഹിച്ച് നടപ്പാക്കി, പക്ഷെ പൂർണ്ണമായില്ല. അവരുടെ മസിൽ പവറും മണി പവറും അവർക്ക് പക്ഷെ അത് പൂർണ്ണമാക്കാൻ കഴിയും. ഇറാഖിൽ അവർ നടത്തിയ യുദ്ധത്തിലൂടെ അവർ ഉദ്ദേശിച്ച രീതിയിൽ ഇറാഖിനെ സ്വന്തമാക്കാൻ, ഇറാഖിനെ കൊള്ളയടിക്കാനായിട്ടുള്ള ഐസിസിന് വേണ്ടിയിട്ടുള്ള ഇറാനെ കൊള്ളയടിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് നടത്തിയതെങ്കിലും അതിൽ പൂർണ്ണമായ വിജയം ഇല്ല. കടലാസ് വിജയം മാത്രമാണ് അമേരിക്കയ്ക്ക് നേടാൻ കഴിഞ്ഞത്. ഇപ്പോൾ അമേരിക്ക ലക്ഷ്യമിട്ടത് അവിടെ ഇപ്പോൾ നമുക്ക് സാമാന്യ യുക്തിക്ക് അറിയാം, അവിടുത്തെ എണ്ണപ്പാടങ്ങൾ ലക്ഷ്യമിട്ടാണ് അമേരിക്ക ഇതിന് തുനിഞ്ഞതെന്നറിയാം. പക്ഷെ അവർ പ്രഖ്യാപിതമായി നടത്തിയത് ഇറാനെ ആണവ നിരായുധീകരിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇറാൻ പോലുള്ളൊരു രാഷ്ട്രം അവർ ഒരുപാട് രഹസ്യങ്ങൾ സൂക്ഷിക്കുന്ന ഒരു അനുഭവം ഉള്ളപ്പോൾ ഈ പറയുന്ന പോലെ ഒന്നോ രണ്ടോ ആണവ കേന്ദ്രങ്ങൾ ബോംബിട്ട് തകർത്തു എന്നതുകൊണ്ട് മാത്രം ഇറാൻ അവരുടെ ആണവ പദ്ധതികൾ ഉപേക്ഷിച്ച് പിന്നെ മിണ്ടാണ്ടിരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അല്ല, കുറേ ആണവശാസ്ത്രജ്ഞന്മാരെ കൊന്നു കളഞ്ഞു. അതെ, അതുകൊണ്ട് ആണവശാസ്ത്രജ്ഞന്മാരുടെ വംശം അറ്റുപോയി എന്ന് പറയാൻ പറ്റില്ല. പുതിയ പുതിയ ആളുകളുണ്ടാവും. മാത്രമല്ല, ഈ ഇങ്ങനെയുള്ള അക്രമങ്ങളുണ്ടാകുമ്പോൾ അതിനെതിരെ പ്രതികരിക്കുന്ന യുവത്വം എന്ന് പറയുന്നത് അതിശക്തമായിട്ട് ഉയർന്നു വരും. ഇപ്പം എനിക്ക് തോന്നുന്നു അവിടെ അയത്തുള്ള ഖൊമേനിക്കെതിരെ വലിയ തരത്തിൽ രാഷ്ട്രീയമായിട്ടുള്ള പ്രതിരോധവും പ്രതിഷേധമൊക്കെ വളർന്നിരുന്നെങ്കിലും ഈ യുദ്ധം കൊണ്ട് എന്ത് സംഭവിച്ചു? വീണ്ടും ഖൊമേനി അവരുടെ നേതാവായി മാറി. അതാണ് കാരണം. അയാൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലീഡറാണ്. രാജ്യം പ്രതിസന്ധിയിലാവുമ്പോൾ ശക്തരായിട്ടുള്ള ഭരണാധികാരികൾക്കാണ് അംഗീകാരം ലഭിക്കുക. അതുകൊണ്ട് വീണ്ടും അദ്ദേഹത്തിന് അംഗീകാരം ലഭിച്ചിരിക്കുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യം, ഈ ഇറാനിൽ ഒരുപാട് സായുധ സംഘങ്ങളുണ്ടല്ലോ. ഇപ്പോൾ ഹമാസ്, മറ്റേ ഹിസ്ബുള്ള, ഹൂത്തി. അപ്പോൾ ഇവരൊക്കെ ഇപ്പോൾ ഒരു പ്രതികാര നടപടിയായിട്ട് ഇറങ്ങി തുരിഞ്ഞാൽ ഇപ്പോൾ യുദ്ധം അവർ റെക്കോർഡിക്കലായിട്ട് രണ്ടുപേരും തമ്മിൽ വെടിനിർത്തൽ കരാർ വന്നു കഴിയും. പക്ഷേ ഇവർക്കത് ബാധകമല്ലല്ലോ, അവരടങ്ങിയിരിക്കും. ഇനി അല്ല, അവർക്ക് ഒരിക്കലും ബാധകമല്ല. അവർക്ക് ആവശ്യമായിട്ടുള്ള തീറ്റ ഇറാൻ കൊടുക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. കാരണം അനാവശ്യമായിട്ട് ശത്രുത നിർമ്മിച്ചാൽ ആ ശത്രുതകൾ കൊണ്ട് വലിയ ദുരന്തങ്ങൾ ഭാവിയിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇസ്രായേലിന് തീർച്ചയായിട്ടും ഇസ്രായേൽ ഇപ്പോൾ ചെയ്തത് പലസ്തീനെ തിന്നു തീർത്തു എന്നുള്ള വലിയൊരു പ്രശ്നമാണ്. അവിടുത്തെ എല്ലാ ആശുപത്രികളും അവർ ഇടിച്ചു നിരത്തിയല്ലോ, നമ്മളെ കണ്ട. ഇവരുടെ ഒരു ആശുപത്രി ഇറാൻ ഇടിച്ചു നിരത്തിയപ്പോൾ അവർ പറഞ്ഞു ഇത് യുദ്ധക്കുറ്റമാണ്, ഇറാൻ യുദ്ധക്കുറ്റവാളിയായി മാറിയത്. അപ്പോൾ ഇസ്രായേൽ ആരാണ്? ഇസ്രായേൽ എത്രയോ വട്ടം യുദ്ധക്കുറ്റവാളികളായി ചിത്രീകരിക്കേണ്ടതാണ്, അല്ലെങ്കിൽ വിചാരണയ്ക്ക് വിധേയമാകേണ്ടതായിരുന്നു. അപ്പോൾ മര്യാദകളില്ല ശരിക്കും പറഞ്ഞു. ഓരോരുത്തർക്ക് പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അവർ ഈ മര്യാദയുടെ കാര്യങ്ങളൊക്കെ വിളിച്ചു പറയും. അവർക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലായിരിക്കുമ്പോൾ അതൊന്നുമില്ല. അപ്പോൾ എന്തായാലും വെടിനിർത്തൽ നമ്മൾക്കും സന്തോഷകരമായ കാര്യം. ഞാനൊക്കെ ഓരോ ദിവസം എപ്പോഴും ആലോചിക്കുന്നത് ഇതൊന്നും അവസാനിച്ചില്ലേ എന്നുള്ളതാണ്. കാരണം ഇതിൻ്റെ ദുരന്തം നമ്മളും പേരണമല്ലോ. പെട്രോളിൻ്റെ ഡീസലിൻ്റെ ഒക്കെ വില വർദ്ധിപ്പിച്ച് കുറേ പേര് ഇങ്ങോട്ട് മടങ്ങി പോകുന്നുണ്ട്. പിന്നെ നമ്മുടെ പ്രവാസികളായിട്ടുള്ള ആളുകൾ അവരൊക്കെ ഭയപ്പാടോടെയാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ കാലത്ത് തന്നെ എൻ്റെ ഒരു വിദ്യാർത്ഥി, അദ്ദേഹത്തിൻ്റെ പ്രശ്നം രാത്രിയിലൊക്കെ അവരിങ്ങനെ കാത്തിരിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഇറാൻ്റെ ആണവ കേന്ദ്രത്തിൽ നിന്ന് ഏതാണ്ട് 100 കിലോമീറ്റർ അകലെയുള്ള ഒരു ഹോസ്പിറ്റലാണ് അയാൾ ജോലി ചെയ്തിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ആണവ കേന്ദ്രം തകർത്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന റേഡിയേഷൻസ് അതിഭീകരമായിട്ടുള്ള രീതിയിൽ ഇവിടെ എത്തും. 100 കിലോമീറ്റർ എന്ന് പറയുന്നൊരു പ്രശ്നമാണ്. അപ്പോൾ ഹോസ്പിറ്റലിൽ ഇവരിങ്ങനെ എപ്പോഴും ഇതിനു വേണ്ടി വളരെ വിജിലൻ്റ് ആയിട്ടിരിക്കുകയാണ്. ഇവർക്ക് അതിനുള്ള ഗാഡ്ഗറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, ഒരുപാട് ഉപകരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ആളുകൾ, കേരളത്തിലുള്ള ആളുകളാണ് ഈ ഭയപ്പെട്ട് അവിടെ കഴിഞ്ഞു പിടിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് പോരാനായിട്ട് പറ്റുന്നില്ല. പോന്നാൽ പിന്നെ അവരുടെ ജീവിതം എന്ന് പറയുന്നത് വീണ്ടും
വർദ്ധിതമായിട്ടുള്ള ബുദ്ധിമുട്ടിലായിരിക്കും. പോരാൻ അവർ ആഗ്രഹിക്കുന്നില്ല. അവിടെ കിടന്ന് ചത്താലും റേഡിയേഷൻ ഏറ്റാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിലൊക്കെ ജീവിക്കുന്ന എത്രയോ ആളുകളുണ്ട്. ഈ മനുഷ്യർക്കൊക്കെ വലിയ ആശ്വാസം നൽകുന്ന ഒന്നാണ് വെടിനിർത്തൽ എന്ന് പറയുന്ന ഈ വെളുത്ത പുക. അത് നമ്മൾക്കും ആഹ്ലാദം ഉണ്ടാകട്ടെ, ലോകത്ത് സമാധാനം ഉണ്ടാകട്ടെ എന്ന് മാത്രം നമുക്ക് ഇതിനകത്ത് പ്രത്യാശിക്കാവുന്നതാണ്. ഓക്കെ.